വേറെ കാര്യം, നമുക്ക് ഈ മെറ്റ വഴി ഇപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളത് മാക്സിമം ഒരു ഇപ്പോൾ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ 2000 രൂപയുടെ ഒക്കെ പ്രോഡക്റ്റ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു സെയിൽ ആഡ്സിലോട്ട് പോകാൻ പറ്റും. ഇപ്പം പുറത്തൊക്കെ ആണെങ്കിൽ വെച്ചിട്ട് നോക്കിയിട്ടാവും ഒരു $50 ഒക്കെ മുകളിലൊക്കെ നമുക്ക് വിൽക്കാൻ ഇത്തിരി പാടാണ് മെറ്റ. അപ്പോൾ ഒരു ആവറേജ് നമുക്ക് എത്ര വരെ മാക്സിമം ഒരു മെറ്റ ആഡ്സ് വഴിയൊക്കെ സാൻഡ്രോയിഡ് എക്സ്പീരിയൻസ് നമുക്ക് വിൽക്കാനുള്ള പ്രോഡക്ട്സ് ഒരു ക്യാപ്പ് എത്രയായിരിക്കും? ഞാനിപ്പോൾ അത് ഉത്തരം പറയാന്ന് വെച്ചാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഐഡിയൽ റേറ്റ് ഞാൻ പറയുക എപ്പോഴും ഒരു 5000 രൂപക്ക് താഴെയാണ്. 5000 രൂപയൊക്കെ പ്രോഡക്ട്സ്, അത് EMI ഒന്നും ഇല്ലാതെ ഡയറക്റ്റ് സെയിൽ. 5000 രൂപ ഞാൻ പറയാം. പക്ഷേ 1,00,000 രൂപയുടെ സാരിയും വിൽക്കാം. ഓക്കെ. വോളിയം കിട്ടില്ല. വോളിയം കിട്ടില്ല. ഓക്കെ ഓക്കെ. വോളിയം കിട്ടണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ആവറേജ് ഓർഡർ വാല്യൂ ഒരു 2000, 1999 ഒക്കെയാണ് അഭികാമ്യം. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഫർണിച്ചർ ബ്രാൻഡ്സ് ഒക്കെ അല്ലേ, സ്ലീപ്പ് വെൽ പോലെ മാട്രസ്, അവിടെ എന്താ ചെയ്യേണ്ടത്? EMIs അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? അവിടെ നിങ്ങൾ മൾട്ടി പ്ലാറ്റ്ഫോംസ് ഉപയോഗിക്കണം. ഓക്കെ ഓക്കെ. നിങ്ങൾ ഗൂഗിളിൽ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക, ഗൂഗിളിൽ നിങ്ങൾ സെയിൽസ് ക്യാമ്പയിൻ ചെയ്യുക, PMAX ക്യാമ്പയിൻ ചെയ്യുക, ഡിമാൻഡ് ജെന് ചെയ്യുക, എന്നിട്ട് ഇതുവഴി നിങ്ങൾ ടച്ച് പോയിന്റ്സിനെ ആക്ടിവേറ്റ് ചെയ്യുക, മെറ്റയിൽ വന്നിട്ട് EMI പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെ ആ ഒരു സിസ്റ്റത്തിലേക്ക് അത് കൊണ്ട് റീടാർഗറ്റിംഗ് മാത്രമായിട്ട് അങ്ങനെയും ചെയ്യാം. അപ്പോൾ അവിടെ പൈസ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതൊക്കെ തന്നെ പറയാം. നമ്മൾ ഈ 4 കോടി റേഞ്ച് ഓവറിൻ്റെ ആഡ്സ് വരെ അതിനകത്ത് റൺ ചെയ്യുന്നു. അല്ല, അത് അവയർനെസ്സിനാണ്. അത് അവയർനെസ്സിനാണ്, അത് കൺവേർഷന് വേണ്ടിയിട്ടല്ല.